സംസ്ഥാനത്ത് സ്ത്രീധന പീഡനം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാ കേസ് തുടരുന്നത്. അതിൽ പ്രധാനമായും 200 പവൻ സ്വർണം കൊടുക്കുന്നു സ്ത്രീധനമായിട്ട്. പക്ഷേ അത് പോരാ എന്ന് പറഞ്ഞുള്ള പീഡനം ഉണ്ടായി എന്നുള്ളതാണ് ഈ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. അതേ തുടർന്നാണ് ഈ മകളുടെ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണനെതിരെ വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. മുംബൈയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. പിന്നീട് മുംബൈയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും ഇനി റിമാൻഡിലാണോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അതിൽ പ്രധാനമായും ഈ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാ കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ ഈ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 200 പവൻ സ്വർണം കൊടുക്കുന്നു. പക്ഷേ അത് മതിയാകില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ 6 വർഷം മകൾ ഗ്രീമയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എംടെക് ബിരുദധാരിയാണ് ഈ മരിച്ച ഗ്രീമ. അതുപോലെ തന്നെ ഈ PhD ബിരുദധാരിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ വിദ്യാഭ്യാസം പോരാ എന്ന് പറഞ്ഞ് മകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്വത്ത് വകകളൊന്നും തനിക്ക് ലഭിക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങളും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. തങ്ങളുടെ മരണത്തിന് കാരണം ഈ ഭർത്താവ് തന്നെയാണ് എന്നുള്ളതാണ് അമ്മയും മകളും വിവിധ സ്ഥലത്ത് പറയുകയും വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം സന്ദേശം അയക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഭാര്യയോടുള്ള ക്രൂരത, അതുപോലെ തന്നെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ പൂന്തുറ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. ഇന്നലെ രാത്രിയാണ് എത്തിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.